മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. അത്തരമൊരു ആപൽ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾ അതിൽ പേടിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഭയം നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആൾക്കാർക്കുണ്ട്. അപ്പോൾ പലയിടത്തു നിന്നും അവിടെയുള്ള ഒരു എന്താ പറയുക, അവിടെ താമസിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന എല്ലാ ആൾക്കാരും വന്നിട്ട് പല മീഡിയകളിലൂടെ പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാം അപകടത്തിലാണ്, അതൊന്നെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാവും എന്നുള്ളത് പലരും പലയിടത്തു നിന്നും പല മീഡിയകളിലൂടെ പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കേണ്ട നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തില് വലിയൊരു ഇത് കാണിക്കുന്നില്ല. അവരിത് വലിയൊരു കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭയമുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. അതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം കാണണം. നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കൊലക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അപ്പൊ ദയവ് ചെയ്ത് നമുക്കിതിനെതിരെ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ ബാധിക്കുന്ന ഒരു ദുരന്തം തന്നെയാണ് വരാനിരിക്കുന്ന ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളത്. അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് റസൽ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. പുള്ളി ഇപ്പൊ പല മീഡിയകളിലൂടെ വന്ന് പറയുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകും, എല്ലാവരും ഇല്ലാതാകുമെന്ന് അയാൾ ഇപ്പൊ പല രീതിയിലും വന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കേണ്ടവര് അതൊന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും വന്നിട്ട് പറഞ്ഞത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്തർത്ഥത്തിലാണ് അദ്ദേഹം അത് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞത്? അതിന് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ പോയി ചെയ്തോ, അല്ലെങ്കിൽ അതിന്റെ വിദഗ്ധരായിട്ടുള്ള അവിടെ പോയി അത് പരിശോധിച്ചോ? അതൊന്നും ചെയ്യാതെയാണ് അദ്ദേഹം വന്നിട്ട് പറയുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആരും ഭയക്കണ്ടാന്ന്. നമുക്ക് ആ ഒരു വാക്കിലൊന്നും നമുക്ക് വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കളെന്ന് പറയുന്ന കുഞ്ഞു മക്കളാണ്. അവരെ ഒന്നും കൊലക്കി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇതിനൊരു തീരുമാനം അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പൊ മുഖ്യമന്ത്രി പറയണത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആരും ഭയപ്പെടേണ്ടതില്ല, ആശങ്ക വേണ്ടെന്നാ പറയുന്നത്. ഇതേ മുഖ്യമന്ത്രി 2011 ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നതാണ്. 2011 ഓർക്കണം, 2011, ഇപ്പൊ 2024. അന്ന് അദ്ദേഹം പറഞ്ഞ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി ഇതിനെ കുറിച്ച് പറയാം. മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. അത്തരമൊരു ആപൽ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 6 മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാനിടയുണ്ട്, തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ്. അപ്പൊ ആ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് 2 മാർഗങ്ങൾ പറയുന്നത്. ഒന്ന്, മുല്ലപ്പെരിയാർ ഡാം കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം അത് 136 അടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് തകർന്നാലുള്ള കുത്തൊഴുക്കിന്റെ ശക്തി കുറക്കുന്നത് ആ വെള്ളം 120 അടിയിൽ നിജപ്പെടുത്തണം, 100 അടിയായി കുറക്കണം. അതോടൊപ്പം ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിയണം. പുതിയൊരു ഡാം പണിതതിനു ശേഷം വെള്ളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്ന ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ കണ്ടല്ലോ, അന്ന് നമ്മുടെ പിണറായി വിജയൻ സാർ എന്തോ പറഞ്ഞ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു അപകടത്തിലാണ്, എത്രയും പെട്ടെന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കുമെന്ന് 2011 അദ്ദേഹം പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആകെ 50 വർഷത്തെ ഒരു കാലാവധിയാണ് ആ ഒരു ഡാമിന് പറഞ്ഞിരുന്നത്. ഇപ്പൊ 130 വർഷമായിരിക്കുന്നു. ജലബോംബാണത്. അത് നമ്മുടെ കേരളം മൊത്തം വിഴുങ്ങാൻ ശക്തിയുള്ള ഒരു ബോംബ് തന്നെയാണ്. അപ്പൊ ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു നടപടി എടുത്തേ പറ്റത്തുള്ളൂ. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ സാറാണ്. നമുക്ക് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പറയുന്നത് ആശങ്കപ്പെടേണ്ടതില്ലെന്ന്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കൊന്നും കേട്ടിട്ട് നമുക്കത് വിശ്വസിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ നമുക്ക് വയനാടിന്റെ ഒരു ദുരന്തം നമുക്കൊരു മുന്നറിയിപ്പാണ്.
അതൊരു പ്രകൃതിക്ഷോഭമായിട്ട് ഉരുൾപൊട്ടി എത്രയോ ജനങ്ങൾ, എത്രയോ കുഞ്ഞു മക്കളാണ് ആ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് നമുക്കൊരു മുന്നറിയിപ്പാണ്. അപ്പൊ ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഏതാണ്ട് അപകടം തന്നെ ഇപ്പം എത്രയും പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള പല വാർത്തകളും വരുന്നുണ്ട്. ഇതൊന്നും കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ വെള്ളത്തിലിട്ട് മുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയത്തില് നമ്മുടെ സർക്കാർ ഇടപെടണം. മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തില് ആവശ്യപ്പെട്ട്, അതായത് അവിടുത്തെ അതിന് വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നത്, എത്രയും പെട്ടെന്ന് അത് ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്യുന്നിടം വരെ നമ്മൾ ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം നമുക്ക് ഈ ഒരു വിഷയത്തില് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവൻ ഇല്ലാതായി. ഇപ്പം വയനാട് എന്ന് പറയുന്നത് ആ ഒരു ദുരന്തം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ ആൾക്കാരാണ്. പെട്ടെന്നാണ് ആ ഒരു ദുരന്തം ഉണ്ടായി എല്ലാരെയും തുടച്ചു നീക്കി കൊണ്ടുപോയത്. പക്ഷെ മുല്ലപ്പെരിയാറിന് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മളെല്ലാവരും ഇല്ലാതെയാകും. അപ്പൊ ഈ ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കതിനൊരു പരിഹാരം കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല കാര്യമല്ലേ. അല്ലാതെ ആ ഒരു വിഷയം, ഒരു അപകടം ഉണ്ടായിട്ട് അതിന് പരിഹാരം കാണാതിരുന്നാൽ അത് പറ്റില്ല. നമുക്കതൊരു പരീക്ഷണ വസ്തുവായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വണകൊട എന്നുള്ള ഒരു വർത്താനം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൽ ആശങ്ക വേണ്ടാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യത്തില് നമുക്ക് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും, നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് ഇതിനെതിരെ പ്രതിരോധിക്കണം, നമുക്ക് പ്രതിഷേധിക്കണം. കാരണം മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉടനടി കണ്ടെത്തിയേ പറ്റുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. നമ്മൾ എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാകുന്നത്? നമ്മളും എല്ലാവരും ഇല്ലാതാകും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മാക്സിമം നമുക്ക് പ്രതികരിക്കണം. അപ്പൊ ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനമാണ്. അന്ന് എല്ലാ ജില്ലകളിലും, അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു പ്രതിഷേധം പോലെ നടത്തുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആ ഒരു പ്രതിഷേധത്തിൽ പങ്കുചേരുക. നമ്മളെ കൊണ്ട് അതാണ് ഇപ്പൊ പറ്റുള്ളൂ. നമുക്ക് മാക്സിമം ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. മുഖ്യമന്ത്രിക്ക് ഇപ്പൊ പറയാം അത് ആശങ്കയൊന്നും വേണ്ട, ആശങ്കപ്പെടേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് കീഴെ താമസിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ആ ഒരു മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അവിടെയുള്ള ജനങ്ങൾ മാത്രമല്ല, എറണാകുളം, ആലപ്പുഴ, അങ്ങനെ ജില്ലകൾ മൊത്തത്തിൽ ഇല്ലാതെയാവും. എന്തിനാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് നമുക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടും നമ്മൾ അതിനൊരു പരിഹാരം കാണാതെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല? മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നുണ്ടല്ലോ, വയനാട് ഈ ഒരു ദുരന്തം നടന്നു, എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ തരണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതുപോലെ തന്നെ മനുഷ്യരുടെ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് ഈ ഒരു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെട്ട് അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ അതിന് എന്താണ് പരിഹാരം ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടെത്തി എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇല്ലാത്ത പക്ഷം നമ്മൾ ഇതിനെതിരെ പ്രതിഷേധിക്കും. അത് ഏത് രീതിയിലും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അപ്പൊ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ നമുക്ക് വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവിയാണ് ഇല്ലാതെയാകുന്നത്. നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുമാണ്. ആ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? നമ്മുടെ വീട്ടില് പ്രായമുള്ള ആൾക്കാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? വെള്ളമാണ്, വെള്ളത്തിന് ഉപരി ചെളിയും മണ്ണും അതുപോലെ തന്നെ ആ ഒരു ഡാമിന്റെ അവശിഷ്ടങ്ങളെല്ലാം വന്ന് മിനിറ്റുകൾക്കുള്ളിൽ നാശം സംഭവിച്ചു കഴിയും, ജനങ്ങൾ മരിക്കും. അപ്പൊ ഇങ്ങനെ ഇത് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇപ്പൊ പല ആൾക്കാരും ഒന്ന് പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയേണ്ട ആ അഡ്വക്കേറ്റ് ആയിട്ടുള്ള റസൽ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. പക്ഷെ ഈ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയോ ഈ ഒരു വിഷയത്തിൽ അതത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എന്തുകൊണ്ട് എടുക്കുന്നില്ല? നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് ഇത്ര വിലയോ അദ്ദേഹം കൊടുക്കുന്നുള്ളൂ. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് ഇതിനൊരു വഴി കണ്ടെത്തേണ്ടത്. കാരണം അദ്ദേഹം ഭരിക്കുന്ന സ്ഥലമാണ് കേരളം. ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഇത്രയും വലിയൊരു അപകട സൂചന അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എന്താണ് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കടമയാണ്. അല്ലാതെ അദ്ദേഹത്തിന് വായി തോന്നിയതുപോലെ അത് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ, അവിടെ പരിശോധന നടത്തുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പുള്ളിക്കാരനിപ്പോ ഈ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ, മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ അദ്ദേഹം ഒരു മണകൊണാഞ്ചം പോലത്തെ
പോലത്തെ രീതിയിലുള്ള മറുപടികളാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ വയനാടുണ്ടായ ദുരന്തത്തിൽ ദുരിതാശ്വാസ നിധിയുടെ പുറകെയാണ്. പക്ഷെ നമുക്കതിങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. നമ്മുടെ മുന്നിൽ തന്നെ ഇപ്പൊ ഒരു അപകടം നമ്മൾ കണ്ടു. അതായത് വയനാട് ആ ഒരു ദുരന്തത്തിൽ എത്രയോ ആൾക്കാർ, എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ ജീവജാലങ്ങൾ ഇല്ലാതെയായി. അതിലും വലിയ ദുരന്തമായിരിക്കും മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണം. മാക്സിമം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ പ്രതികരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് 15-ാം തീയതി ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്, എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും നമ്മുടെ ജില്ലയിൽ എവിടെ വെച്ചാണ് ആ ഒരു പ്രതിഷേധം നടക്കുന്നത് അവിടെ നമ്മൾ എല്ലാവരും മാക്സിമം അതിൽ പങ്കുചേരുക. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു അതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. അല്ലാതെ വരാനിരിക്കുന്ന ദുരന്തത്തെ ഓർത്ത് ഒന്നും സംഭവിക്കില്ല എന്നോർത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു ദുരന്തത്തെ നമ്മൾ എല്ലാവരും കൂടി നേരിട്ട് ആ ഒരു ദുരന്തം ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് നമ്മൾ ആരും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്ന്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കണം. മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും ഗവൺമെന്റും എല്ലാം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാര മാർഗം ഉണ്ടാക്കണം തന്നെ നമ്മൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം. അപ്പം എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ എല്ലാവരും പ്രതികരിക്കുക, പ്രതിഷേധം നടത്തുക. അപ്പൊ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഓഗസ്റ്റ് 15-ാം തീയതി ആ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതായത് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്, എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് വരെ നമുക്ക് ഇതിനെതിരെ പ്രതിഷേധിച്ചേ പറ്റുള്ളൂ. ഇതെന്റെ ഒരു അപേക്ഷയായിട്ട് ഞാൻ പറയുകയാണ്. എല്ലാവരും ഈ ഒരു ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടാകാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുല്ലപ്പെരിയാർ ഡാം ആ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നേ അതിനൊരു പരിഹാരം കാണാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാം.